ഹരി ഓം നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഐം സരസ്വത്യേ നമഃ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ നാരായണ അഖില ഗുരോ നമസ്തേ. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, പഞ്ചഗണം, നവഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, the collective intelligence of the universe, holy, divine, auspicious, siddhas, seers, sages, saints, prophets, archangels, archetypes. Thank you for bringing all of us together. നമ്മളെല്ലാവരെയും യതീശയിലൂടെ സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്ന ഈ പരമ്പരയുടെ സമാപനത്തിലേക്ക് വരുന്ന ഈ സമയത്ത് നമ്മൾ ഒന്നിച്ചു ചേർത്ത സർവേശ്വരന്, പരാശക്തിക്ക് നന്ദി. വളരെ ബൃഹത്തായ രീതിയിൽ ഈ 41 ദിവസം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. അവിനാശ്ജിയിലൂടെ നമ്മൾക്ക് എന്തൊക്കെയാണോ അയ്യപ്പനെക്കുറിച്ച്, അയ്യപ്പനും ശാസ്താവും എന്താണോ, ഇതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, യതീശയിലൂടെ നമ്മൾക്ക് ഈ കഴിഞ്ഞ 41 ദിവസങ്ങളായിട്ട് നമ്മളത് പരിചയപ്പെട്ട് കഴിഞ്ഞു, മനസ്സിലാക്കി. ലൈക്ക് വാട്ട് വി ഡിഡ് നോട്ട് നോ, നമുക്ക് എന്തൊക്കെയാണോ നമ്മൾക്ക് അറിയേണ്ടിയിരുന്നത് ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട്, വളരെ ലളിതമായിട്ട്, വ്യക്തമായിട്ടും ലളിതമായിട്ടും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ മാം ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എന്നിലൂടെ എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞ അയ്യപ്പൻ, ഞാൻ വളർന്നതിനോടൊപ്പം അയ്യപ്പനും ഞാനും ആയിട്ടുള്ള ബന്ധം, മാമും അയ്യപ്പനുമായിട്ടുള്ള ഒരു ബന്ധം, അത് എന്താണ്, എനിക്ക് അയ്യപ്പൻ എന്തായിരുന്നു, എന്താണിപ്പോൾ, അല്ലെ, അറിവിൻ്റെ തലങ്ങൾ മാറി 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 വരുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഈ പ്രോഗ്രാം കാണാനും. അതിന് എല്ലാവരും അത് ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടത് കൊണ്ട്, ഇങ്ങനെ ഒരു അറിവിൻ്റെ തലത്തിലേക്ക് നമ്മൾ മാത്രമല്ല, കേരളം മുഴുവനും, അയ്യപ്പ ഭക്തന്മാർ മുഴുവനും ആ ഒരു അറിവിൻ്റെ ഉയർന്ന മണ്ഡലത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ കഴിഞ്ഞത്, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. അതൊരു സൗഭാഗ്യമായിട്ട് മാത്രമല്ല, ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. കാരണം ഇത്രയും ഗഹനമായിട്ട് ഉള്ളൊരു കാര്യം അല്ല, എത്രയോ വർഷങ്ങളായി നമ്മൾ സ്വാമിയേ എന്ന് പറയുമ്പോഴേക്കും ശരണമയ്യപ്പ അറിയാതെ തന്നെ വരും. സ്വാമിയേ എന്ന് എവിടെ കേട്ടാലും അതിൻ്റെ റിഫ്രെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് ശരണമയ്യപ്പ. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ എനിക്ക് ആ ഒരു ബന്ധം, ആ ഒരു ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്. ചെറിയ പ്രായമായിട്ട്, ചെറിയ കുട്ടിയായിരിക്കുന്നു, അതിൽ ഏറ്റവും ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ താമസിച്ച സ്ഥലം, കുട്ടിയായിരുന്നപ്പോൾ താമസിച്ച സ്ഥലം എറണാകുളത്ത് ചിറ്റൂർ റോഡിലെ അയ്യപ്പൻകാവ്. അപ്പോൾ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നിട്ടാണ് ബസ് കയറി പോകുന്നത്. നമ്മുടെ ബസ് സ്റ്റാൻഡ് അവിടെയാണ്. ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മളവിടെ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഗർഭഗൃഹത്തിൽ അവിടുത്തെ ആ വിഗ്രഹം കാണാം. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ തൊഴും, കാരണം ബസ് വരും അപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തൊഴും. സമയം കിട്ടുന്ന ദിവസം, അതായത് കുറച്ച് നേരത്തെ എത്തുന്ന ദിവസം അകത്ത് കയറി ഒന്ന് ചുറ്റമ്പൽ അവിടെയൊക്കെ ഒന്ന് ചുറ്റി അവിടെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് എങ്ങ് പോരും. അപ്പോൾ അതിങ്ങനെ ചെറിയ പ്രായം മുതലുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അമ്മ ഇടയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പോയിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ അയ്യപ്പൻകാവ് ക്ഷേത്രം. ഇടയ്ക്ക് വല്ലപ്പോഴും അമ്മ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് പോയി തൊഴും. എവ്രിബഡി വുഡ് ഗോ. പ്രത്യേകിച്ചും പരീക്ഷയുള്ള ദിവസങ്ങളിൽ കയറി തൊഴുതിരിക്കും. അന്ന് നമ്മളുടെയൊക്കെ ധാരണ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അത് എക്സാം നല്ല രീതിയിൽ എഴുതാം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ബന്ധം. പിന്നെ നമ്മളുടെ അയൽവക്കത്തുള്ള എല്ലാവരും ശബരിമലയ്ക്ക് പോവും. ഇപ്പോൾ 41 ദിവസം വ്രതം എടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ശരണം വിളി കേൾക്കുന്നുണ്ട്. ഈ 41 ദിവസം മണ്ഡലക്കാലം നമ്മൾ കാണുന്നു, അയ്യപ്പന്മാർ വരുന്നു, അവർ മാലയിടുന്നു, പിന്നെ അവർ കറുത്ത മുണ്ടാണ് ഉടുക്കുന്നത്, അല്ലെങ്കിൽ നീലമുണ്ട് ഉടുക്കുന്നു. അധികം പേരും കറുത്ത മുണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ സബ് കോൺഷ്യസിൽ, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശരണം വിളി, ആ ശരണം വിളിയും നമ്മളുടെ ഉള്ളിലുണ്ട്.
പിന്നീട് നമ്മളുടെ അയൽവക്കത്തുള്ള ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നു. അപ്പോൾ അവർ നമ്മളെ വന്ന് വിളിക്കും, അയ്യപ്പൻ പാട്ടുണ്ടാവും, അവിടെ പോയിരിക്കും. അവിടെ നമ്മൾ അവരുടെ ഒപ്പം തന്നെ ഒരു വളരെ വലിയൊരു ആവേശത്തോടെയാണ് അന്നൊക്കെ പറയുന്നത്. ആവേശത്തേക്കാൾ കൂടുതലൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വാമിയെ ഈ ശരണം അയ്യപ്പ അതൊക്കെ ഇങ്ങനെ ഉറക്കെ രാത്രിയൊക്കെ ഇരുന്ന് വിളിക്കും. ആ ശരണം വിളി കഴിഞ്ഞ് ഇവർ രാവിലെ ആയിരിക്കും പോകുന്നത്. അപ്പം മിക്കവാറും സമയത്ത് ഈ രാത്രിയൊക്കെ അതൊരു 10, 12, 13 വയസ്സുള്ള സമയത്താണ്. ആ സമയത്ത് പിന്നെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ തിരിച്ചു വരുമ്പോൾ അരവണ പായസവും ഉണ്ണിയപ്പവും കൊണ്ടുവരും. അത് ഐ ഹാവ് ഈറ്റൻ സോ മച്ച്. എത്ര ഉണ്ണിയപ്പം കഴിച്ചിട്ടുള്ളതെന്ന് എനിക്കെന്നെ അറിയില്ല. അരവണ പായസത്തേക്കാൾ കൂടുതൽ ഞാൻ ഉണ്ണിയപ്പത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അത് എനിക്കൊരു എന്താ പറയുക, അത് വളരെയധികം ആസ്വാദ്യകരമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ. ആരെങ്കിലും പോയാൽ ഉണ്ണിയപ്പം കൊണ്ടുവന്നാൽ വേറെ ആർക്ക് വേണമെങ്കിലും ഐ യൂസ് ടു ടേക്ക്. കാരണം അതൊരു വെറുതെ ഒരു ഉണ്ണിയപ്പത്തിനേക്കാൾ കൂടുതൽ നമ്മൾ വീട്ടിലും ഒക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കും. പക്ഷേ ഇതിനൊരു പ്രത്യേകത, ഇത് അവിടെ ശബരിമലയിൽ നിന്ന് അയ്യപ്പനെ നേദിച്ചിട്ട് അവിടെ നിന്ന് ഉള്ള താണെന്നുള്ളൊരു ഫീലിംഗ്, അത്രയൊക്കെ ഉള്ളൂ അയ്യപ്പനുമായിട്ടുള്ള ബന്ധം, ആ ഭക്തി. പിന്നെയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് അയ്യപ്പനെ കുറിച്ചുള്ളൊരു സിനിമ. അതിൽ നമ്മളോട് പറയണു, അല്ലെ ബേബി സുമതി അല്ലേ, ഒരു പാട്ടൊക്കെ ഉണ്ട് അതിൽ, തേടി വരും കണ്ണുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അങ്ങേയറ്റം ഒരു ഭക്തിയാണ് ആ സമയത്ത്. അല്ലാതെ വേറെ അറിവില്ല. അയ്യപ്പനാണോ ശാസ്താവാണോ, ഇതിൻ്റെ ഐതിഹ്യം എന്താണ്, എന്തിനാണ് മലയ്ക്ക് പോകുന്നത്, എന്തിനാണ് കറുത്ത മുണ്ടുടുക്കുന്നത്, എന്തിനാണ് മാലയിടുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്, ഇരുമുടിക്കെട്ടിൽ എന്താ വേണ്ടത്, ഓൾ ദീസ് തിങ്സ് വി നോട്ട് നോ. പക്ഷെ അറിയാം, കുറച്ച് കഴിഞ്ഞപ്പോഴറിയാം ഇരുമുടിക്കെട്ട് വേണം, അതിൽ നമ്മൾ മുദ്ര നിറയ്ക്കുക എന്ന് പറയണേ. അപ്പോൾ കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്വയം തീരുമാനിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ മുദ്ര നിറച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ശബരിമലയിൽ പോകാൻ പറ്റുന്ന കാലഘട്ടമല്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും പോകുമ്പോൾ അതിൽ തേങ്ങയൊക്കെ നമ്മളുടെ വീട്ടിലും അത് തേങ്ങയൊക്കെ എടുത്ത് നമ്മളും കുറച്ച് വ്രതമൊക്കെ നിന്ന് അവരോടൊപ്പം തന്നെ അയൽവക്കത്ത് ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും, അവർക്ക് നമ്മൾ നെയ്യ് നിറച്ചൊക്കെ കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. പിന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ മൂത്ത ചേട്ടൻ മലയ്ക്ക് പോകണം, അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും വ്രതം എടുക്കണം. അച്ഛനോ സായിബാബ ഭക്തനൊക്കെയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു, നമ്മളപ്പോൾ ഐ വാസ് തിങ്കിങ്, എന്തിനാണ് എല്ലാവരും വ്രതം എടുക്കണേ, പോകുന്ന ആൾ വ്രതം എടുത്താൽ പോരെ. അങ്ങനെയല്ല, വീട്ടിലെല്ലാവരും അത്രയും ദിവസം, ആ 41 ദിവസം എല്ലാവരും വ്രതം എടുക്കണം. ആരൊക്കെയാണോ, അപ്പോൾ നമ്മൾക്ക് പ്രത്യേകം ആഹാരം, പോകുന്ന ആൾക്ക് പ്രത്യേക ആഹാരം. അപ്പോൾ ആകെ വിചാരിച്ച എന്താ, കുറച്ചൊരു വെജിറ്റേറിയൻ ഫുഡ്. ആ ദിവസങ്ങളിൽ നോൺ വെജിറ്റേറിയൻ ഫുഡില്ല. പക്ഷെ ആ ഫുഡ് അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് നമ്മളുടെ അന്നമയ കോശത്തിൽ ഈ 41 ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ പിന്നീട് മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയുമ്പോൾ ഒത്തിരി പ്രഭാഷണങ്ങൾ, ഒത്തിരി ആചാര്യന്മാർ ശബരിമലയെക്കുറിച്ചും ശാസ്താവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള, കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഈ നിമിഷം നമ്മൾ ഒരു ഹയർ ഫ്രീക്വൻസി നമ്മൾ ഗുരുക്കന്മാരെ ധ്യാനിച്ച് മാത്രമുള്ള ഒരു സംയമനം ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ പിന്നീടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്താണ് അയ്യപ്പൻ, എന്തുകൊണ്ടാണ് നമ്മൾ ആളുകൾ ശബരിമലയിൽ പോകുന്നത്, എന്തുകൊണ്ട്. അപ്പോൾ മക്കളൊക്കെ പോയിട്ടുണ്ട്, അമ്മ പോയിട്ടുണ്ട്, മക്കൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മക്കളല്ല, മോള് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സഹോദരന്മാരൊക്കെ പോകുന്നുണ്ട്, ബന്ധുമിത്രാദികളൊക്കെ പോകുന്നുണ്ട്. അവിടെ നമ്മളുടെ ഒരു വലിയൊരു ചിന്ത വരാൻ തുടങ്ങി. എന്താണ് ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, എന്തിനാണ് കറുത്ത മുണ്ടുടുക്കുന്നത്, എന്തിനാണ് മാലയിടുന്നത്, എന്തിനാണ് ഇരുമുടിക്കെട്ട്. അവിടെ ഐ കുഡ് സി, നമ്മളങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കാനും കുറേയൊക്കെ ഇങ്ങനെ ഓരോ ആചാര്യന്മാരുടെ പറയുന്നത് നമ്മൾ ഒത്തിരി കേൾക്കുവാണ്. കൂടുതലായിട്ട് വായനയേക്കാൾ കൂടുതൽ ഒത്തിരി പ്രഭാഷണങ്ങൾ, ഒത്തിരി ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരു 10 പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടും. പക്ഷേ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു നല്ലൊരു സ്പീച്ച് കേൾക്കുമ്പോൾ ഒരു എൻസൈക്ലോപീഡിയ. കാരണം ഇവരെ ജീവിതകാലം മുഴുവൻ വായിച്ചത് അവിടെ കോട്ട് ചെയ്ത് പറയും. ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്, ആരാണ് അതിൻ്റെ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രതീകങ്ങളായിട്ടിരിക്കുന്നത്, സോ മെനി തിങ്സ്. അപ്പോൾ അതിങ്ങനെ കേട്ട് പ്രത്യേകിച്ച് ഓഡിറ്ററി പേഴ്സൺ. അപ്പോൾ അതിങ്ങനെ നമ്മളുടെ ഉള്ളിലുണ്ട്. പിന്നെ എപ്പോഴും ഈ ഒരു ഇത് ശരണം വിളിയും
ആ സമയമാകുമ്പോൾ അയ്യപ്പൻ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ അയ്യപ്പനെ കാണുമ്പോൾ സ്വാമിയെ അറിയാതെ തന്നെ നമ്മൾ സ്വാമി ശരണം അങ്ങനെ പറയാൻ തുടങ്ങി. സ്വാമി ശരണം. ആരെ കണ്ടാലും, ചെറിയ കുട്ടിയാവാം, വലിയ കുട്ടിയാവാം, അമ്മയാവാം, അമ്മമ്മയാവാം, സോ എനിബഡി ഹൂ ഇസ് ഇൻ ദാറ്റ്, ആ ഒരു നമുക്ക് കണ്ടാൽ വേർതിരിച്ചറിയാം ഇത് ശബരിമലയിൽ പോവുകയാണ്. മാലയുണ്ട്, കറുത്തമുണ്ടോ നീലമുണ്ടോ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു വ്രതക്കാലം അവരങ്ങനെ വ്രതം എടുക്കുന്നു. പിന്നെ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, അവരിങ്ങനെ ചെരുപ്പിടാതൊക്കെ പോകുന്നവരുണ്ട്. ആ ദിവസങ്ങളിൽ ചെരുപ്പിട്ട് നടക്കില്ല. പിന്നെ പോകുന്നത് തന്നെ കുറേ ദൂരം, ഈവൻ എൻ്റെ ഹസ്ബൻഡ് പോയപ്പോഴും ഹി ആക്ച്വലി നടന്ന് കുറേ ദൂരമൊക്കെ നടന്നു പോകുന്നവർ, അങ്ങനെ എല്ലാം നമ്മളൊരു കൗതുകത്തോടെ, ഒരു സ്നേഹത്തോടെ, ഒരു ഭക്തിയോടെ നോക്കി കാണുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ ഇത്രയും ആളുകൾ ആകർഷിക്കപ്പെടുന്ന ആ വൃശ്ചിക സമയത്ത് വൃശ്ചികവും ധനും, അത് മകര ജ്യോതി, ആ മകര മാസം തുടങ്ങുന്നതിന്, അപ്പോൾ ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായനത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സമയത്ത് എന്താണ് അവിടുത്തെ ഇത്രയൊരു ആകർഷണം, എന്താണ് ശാസ്താവ്, അല്ലെങ്കിൽ അത് അയ്യപ്പനാണ്. നമുക്ക് അന്ന് ശാസ്താവാണ്, അയ്യപ്പനാണ്, ഇത് രണ്ട് രീതിയില്ല. പക്ഷെ അതൊരു വലിയൊരു തിരിച്ചറിവിലേക്ക് വളരെയധികം അതിനെക്കുറിച്ച് ചിന്തിക്കാനും 18 പടി നമ്മൾ കയറുന്നു. നമ്മൾ വീട്ടിലും 18 പടി കയറുന്നുണ്ട്. ഈ 18 പടി എന്തിനെയാണ് ദ്യോതിപ്പിക്കുന്നത്, എന്തിനെയാണ് അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? ആ 18 പടി കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. 18 പടി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോ ദുർഗുണങ്ങൾ അല്ലെങ്കിൽ സഗുണങ്ങളല്ലാത്ത എല്ലാ ശക്തികളെയും ഓരോന്നായിട്ട് ഓരോ വർഷം പോകുന്തോറും നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാവണം. നമ്മളിലെ നന്മയുടെ അല്ലാത്ത വാസനകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പൂർവ്വജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാസനയും സംസ്കാരവും, ആ സംസ്കാരവും വാസനയിലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ, അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വന്നു. അപ്പോൾ തിരിച്ചറിയണം, നമ്മൾ കഴിഞ്ഞ ഒരു ജന്മം ഉണ്ടായിരുന്നു, ആ കഴിഞ്ഞ ഒരു ജന്മമല്ല, അനേകായിരം ജന്മങ്ങളുണ്ട്. അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സംസ്കാരവും വാസനയും, ആ സംസ്കാരവും വാസനയും എത്രമാത്രം ശുദ്ധീകരിക്കപ്പെടുന്നു. ഓരോ തവണ ശബരിമലയിലേക്ക് പോകുമ്പോൾ, മല ചവിട്ടുമ്പോൾ എന്നിലെ നല്ലതല്ലാത്ത വാസനകൾ അതെല്ലാം, അപ്പോൾ അത് സദ്ഗുണങ്ങളിലേക്കുള്ളൊരു യാത്രയാണ്. അങ്ങനെ സദ്ഗുണങ്ങളിലേക്ക് നമ്മൾ 18 പടി കയറി കഴിയുമ്പോൾ സദ്ഗുണങ്ങളിലേക്ക് യാത്ര ചെയ്ത് നമ്മൾ ശാസ്താവിലേക്ക്. ഇപ്പോൾ അയ്യപ്പൻ ശാസ്താവ്, ആ ശാസ്താവ് ധർമ്മം നമ്മളെ ധർമ്മത്തിലേക്ക് നയിക്കുന്നു. ധർമ്മപരിപാലകനാണ്. അതെങ്ങനെ ശാസിച്ച് നിർത്തിയിട്ട് നമ്മളെ ധർമ്മത്തിലേക്ക്. അപ്പോൾ ലോക ജനതയെ ചെല്ലുന്ന എല്ലാവരെയും ധർമ്മത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിലേക്ക് വണ്ടുകളിങ്ങനെ ആകർഷിക്കപ്പെട്ട് വരുന്നത് പോലെ ഭക്തരിങ്ങനെ ആകർഷിക്കപ്പെട്ട് ഈ 2 മാസവും പിന്നെ എല്ലാ മാസവും നട തുറക്കുമ്പോഴും ഒക്കെ ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രാധാന്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജാതി മത ഭേദമന്യേ ആളുകൾ വന്നു ചേരുന്ന ഒരു ഇടം, ഒരു സമത്വത്തിൻ്റെ, ഒരു വണ്ണസിൻ്റെ ഒരിടം. അവിടെ ആളുകൾ പല ജാതി മതസ്ഥർ, പല ആചാരങ്ങളുള്ളവർ, ഒരാചാരവും ഇല്ലാത്തവരും. പക്ഷെ ആ സമയത്ത് അവർ ചില ആചാരങ്ങളിലൂടെ കടന്നുപോയി. ഈ 18 പടി നമ്മൾ ഓരോന്നായിട്ട് നമ്മളുള്ള നോൺ പോസിറ്റീവായിട്ടുള്ള, പോസിറ്റീവ് അല്ലാത്ത, ദൈവീകമല്ലാത്ത, അപ്പോൾ 2 മെയിൻ ശക്തികൾ നമ്മളിൽ, ദൈവിക ശക്തി ഉണരുന്നു, ദൈവികമല്ലാത്ത ശക്തി ഉണരുന്നു. അപ്പോൾ ദൈവികമല്ലാത്ത ഓരോ ശക്തിയും ഉണർന്നതിനെ നമ്മളതിനെ മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്ത് നമ്മൾ തന്നെ പ്യൂരിഫൈഡായി, നമ്മൾ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മളുടെ പഞ്ചഭൂത ശുദ്ധി, നമ്മുടെ ചക്രാശുദ്ധി, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരക, അനാഹത വിശുദ്ധി, ആജ്ഞാ സഹസ്രാര, പത്മം, ആ സഹസ്രാര ശുദ്ധി വരുത്തി ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ആ പഞ്ചഭൂത ശുദ്ധി വരുത്തി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് അവിടെ അയ്യപ്പൻ ആരുമായിട്ട് ലയിക്കുന്നു? ശാസ്താവുമായിട്ട്. ആദ്യം ഇരുമുടി കെട്ടിയത് അയ്യപ്പനാണ്. പിന്നെ ഈ വരുന്നതൊക്കെ നമ്മൾ അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത്, അവരുടെ പേരല്ല. അതാരാണെങ്കിലും അതിൽ നമ്മളുടെ അച്ഛനുണ്ടാവും, സഹോദരനുണ്ടാവും, ഭർത്താവ്, സഹോദരി, അമ്മമ്മ, ഇവരൊക്കെ അയ്യപ്പന്മാരാണ്. സ്വാമി ശരണം. സോ ദാറ്റ് ഇസ് ദി ഗ്രേറ്റ് ചേഞ്ച്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്
അപ്പോൾ 18 പടിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ, പിന്നെ അഷ്ടരാഗങ്ങൾ, ത്രിഗുണങ്ങൾ. അപ്പോൾ 5ഉം 8ഉം 13, ത്രിഗുണങ്ങളാവുമ്പോൾ 15, ത്രിഗുണങ്ങളാവുമ്പോൾ 16 ആൻഡ് 2 more വിദ്യ. അതൊരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ പല അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ഈ 18 പടി? വേറൊരു തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അറിഞ്ഞത് 5 പഞ്ചഭൂതങ്ങൾ. ഇപ്പോൾ സാങ്കേതികത്തിൽ പഞ്ചഭൂതങ്ങൾ നമ്മളിങ്ങനെ ലിസ്റ്റിട്ട് പറയാം നമ്മൾ ആരാണ് പഞ്ചഭൂതങ്ങൾ. ആ ഇത് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം. സോ 15 ആ 15 കൂടാതെ പഞ്ചപ്രാണൻ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ 20. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 24. അപ്പോൾ പ്രകൃതി 24 ആൻഡ് പുരുഷൻ ചൈതന്യം. അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായ പ്രകൃതി. ഇത് എത്രമാത്രം ദിവ്യമാവുന്നു അത്രമാത്രം നമ്മൾ സാക്ഷാത്കാരത്തിലേക്ക്, നമ്മളുടെ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ ശബരിമലയിൽ ഈ 18 പടികളെന്ന് പറയുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യം മനസ്സിലായത്, പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ആ അന്ധകരണത്തിൽ ത്രികരണങ്ങൾ, അത് 3 കൂടി ചേർന്ന് 18. ഇതിനെ നമ്മൾ ശുദ്ധീകരിച്ചു, തരണം ചെയ്തു. സോ എവിടെയാണ് ആ മാറ്റം നടക്കുന്നത് അല്ലേ? നമ്മൾക്കറിയാം സ്വാമി അയ്യപ്പൻ എന്നുള്ളതിലും പിന്നെ ഒത്തിരി കാർട്ടൂൺസൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ അമ്പിളിമാമൻ. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പാലാഴി മഥനം. ആ പാലാഴി മഥനത്തിൽ അസുരന്മാരും ദേവന്മാരും കൂടി നിന്ന് മന്ദര പർവ്വതം ഉപയോഗിച്ച് ഇതിനെ മഥനം ചെയ്യുന്നു. മഥനം ചെയ്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? കാളകൂടം വിഷമാണ് ആദ്യം, പിന്നെ ഉച്ചൈശ്രവസ്, ഐരാവതം, ലക്ഷ്മി ദേവി, ഇതെല്ലാം കഴിഞ്ഞിട്ട് അമൃത്. ആ അമൃത് അസുരന്മാർക്കുള്ളതല്ല, അമൃതത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. സത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അപ്പോൾ മൃത്യു അവസ്ഥയിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ അമൃതത്വത്തിലേക്ക് പോകാനായിട്ട് അത് ആർക്കാ കഴിയുന്നത്? ദേവന്മാർക്ക്. പക്ഷെ അത് അസുരന്മാരും അത് ട്രൈ ചെയ്യുന്നു. അപ്പോൾ 2 കൂട്ടർ, 2 വ്യത്യസ്ത ആളുകൾ, 2 വ്യത്യസ്ത സ്വഭാവമുള്ള കുറേ ആളുകൾ ചേർന്ന് നിന്ന് ഒരു പർവ്വതം ഉപയോഗിച്ച്, ഒരു വടം ഉപയോഗിച്ച്, ഇങ്ങനെ മന്ദര പർവ്വതം ഉപയോഗിച്ച്, വടം ഉപയോഗിച്ച്, അല്ലെങ്കിൽ വാസുകി ഉപയോഗിച്ചിട്ട് മഥനം ചെയ്തു. കാളകൂടം വിഷം വന്നു, ആ ഹലാലാല വിഷം ശിവൻ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അത് പങ്കുവെക്കുമ്പോഴേക്കും, അത് കൊടുക്കുമ്പോഴേക്കും അസുരന്മാരത് കൊണ്ടുപോയി അത് റിട്രീവ് ചെയ്യാൻ, അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് മോഹിനി രൂപത്തിൽ വിഷ്ണു ഭഗവാൻ, ആ മോഹിനി വന്നു. മോഹിനിയും ശിവനും കൂടി ചേർന്ന് ആ അമൃതത്വം ആർക്കാ കൊടുക്കുന്നത്? ദേവന്മാർക്ക്. അപ്പോൾ ദൈവീക സമ്പത്ത് ഭഗവത്ഗീതയിൽ 16-ാമത്തെ അധ്യായത്തിൽ ദേവാസുര സമ്പദ് വിഭാഗയോഗം. അസുരന്മാരുടെ ക്വാളിറ്റീസ് എന്താണ്, അസുരന്മാരുടെ ആട്രിബ്യൂട്ട്സ് എന്താണ്, അസുരന്മാരുടെ ഗുണം എന്താണ്, ദൈവീക സമ്പത്തുള്ളവരുടെ ഗുണം എന്താണ്. അപ്പോൾ ദൈവീക സമ്പത്തുള്ളവർക്കാണ്, ദൈവീകത കൂടുതലുള്ളവർക്കാണ് ഈ ഒരു അമൃതത്വത്തിലേക്ക് മൃത്യുവിനെ ജയിക്കാൻ മൃത്യുഞ്ജയന്മാരായി. അപ്പോൾ നമ്മൾ മൃത്യുവേ സ്വാഹ, മൃത്യുവേ സ്വാഹ, മൃത്യുവേ സ്വാഹ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ 18 പടിയും നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോഴും അപ്പം നമ്മളിലെ പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, അപ്പോൾ ഈ 41 ദിവസം നമ്മളുടെ ശ്രദ്ധ മുഴുവനും നമ്മളുടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഏതിലേക്കാണ്? ദിവ്യമായതിലേക്ക്, ഓസ്പീഷ്യസ് ശിവകരമായതിലേക്ക്, ശിവമായതിലേക്ക്, ധാർമ്മികമായതിലേക്ക്, ധർമ്മം, ആ ധാർമ്മികമായതിലേക്ക്, ഹിതകരമായതിലേക്ക്, പ്രിയകരമായത് മാത്രമല്ല ഹിതകരമായതിലേക്ക് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും കാണിക്കുന്നതും. അപ്പോൾ പഞ്ചഭൂതങ്ങളിലൂടെ നമ്മൾ സ്വാംശീകരിക്കുന്നു. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. അത് നമ്മൾ സ്വാംശീകരിക്കുന്നത് ഈ ഒരു 41 ദിവസം നമ്മൾ നല്ലത് കാണുന്നു, നല്ലത് പറയുന്നു, നല്ലത് ഉച്ചരിക്കുന്നു, നല്ല വർത്തമാനം പറയുന്നു, ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പ്രവൃത്തി ചെയ്യുന്നു, ആളുകളോട് നല്ലതായിട്ട് സംഭാഷണം നടത്തുന്നു. നമ്മൾക്ക് സ്വാമി സ്വാമി സ്വാമി, നമ്മൾക്കൊരു ബോധം, നാളെയായിട്ട് എല്ലാവർക്കും ഒരു ബോധം, ഞാൻ സ്വാമിയാണ്, മുന്നിൽ കാണുന്ന ആൾ സ്വാമി. സോ ഐ നീഡ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ അവിടെ ഒരു ഭവ്യത, കാണുന്നവരോടൊക്കെ ഒരു ഭവ്യത, ഒരു ഈശ്വര
ചൈതന്യം ആണെന്ന് അറിഞ്ഞാണോ അറിഞ്ഞല്ലേ, പക്ഷെ ആ അയ്യപ്പൻ എവിടെയാണ് പോകുന്നത്? ശാസ്താവിനേക്കാൾ. ഈ അയ്യപ്പന്മാരെല്ലാം ആരാന്നാ പറയണേ? സ്വാമിയാണ്. ആ സ്വാമി അപ്പം മാലയിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഞാൻ സ്വാമിയാണ്, അയ്യപ്പനാണ്. മാല ഊരി കഴിയുമ്പോഴും ഞാൻ സ്വാമിയാണ്. അതാണ് നമ്മൾ അവിടെ കയറി 18 പടിയും കടന്ന് അവിടെ ചെല്ലും. 18 ഈ പടികൾ ലിറ്ററലി നമ്മളതിനെ കടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഇതിനെ തരണം ചെയ്യുക. ഈ പ്രകൃതിയിൽ നമ്മളിൽ ആന്തരികമായ മാറ്റം. പിന്നീടാണ് അറിയണത് ഈ ചക്രാശുദ്ധി വരുന്നതാണ് മോഹിനി, വിഷ്ണു ഭഗവാനും ശിവനും തമ്മിലുള്ള ലയനം. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂര ചക്രം, മണിപ്പൂരകം, പൃഥ്വി, ജലതത്വം ആൻഡ് അഗ്നിതത്വം, ഇതും ചേർന്ന് വിഷ്ണു ഭഗവാൻ, ഹരിഹരസുതൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതൻ, ഹരൻ, അനാഹതചക്ര, വായുതത്വം, ആകാശതത്വം ആൻഡ് ആജ്ഞാചക്ര. അവിടെ ഇത് രണ്ടും കൂടി ലയനം വരുമ്പോൾ യു റീച്ച് അയ്യപ്പൻ, യു റീച്ച് ശാസ്താവ്, ധർമ്മശാസ്താവ്. അയ്യപ്പൻ ഇത് ഒരു വ്യക്തിയിലുണ്ടാവുന്ന മാറ്റം. അപ്പോൾ മന്ദരപർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിലാണ്. ഈ ഒരു ചക്രാധ്യാനവും ചക്രാസിനെ കുറിച്ചും ഗുരുവായിട്ടുള്ള ഡോക്ടർ വിജയലക്ഷ്മി പാന്ധ്യനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്, പഞ്ചഭൂതങ്ങളെക്കുറിച്ചും ചക്രാസിനെക്കുറിച്ചും ഒക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ചക്രാസ്, ഇവിടെ നമ്മൾ പറയുന്ന ആകാശഗംഗ, പാലാഴി, മിൽക്കി വേ ഗാലക്സി. എവിടെയാണ് ഈ മിൽക്കി വേ ഗാലക്സി? നമ്മളിൽ തന്നെയാണ്. ആകാശതത്വം, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ശബ്ദസ്പർശ രൂപ രസഗന്ധം, വാക്, പാണി, പാദം, പായു, ഉപസ്ഥം, അപ്പോൾ 15ആയി. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതിനെ നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മളതിനെ സമർപ്പിച്ച് അതാണ് ശരണം. അയ്യപ്പൻ ശരണം, സ്വാമിയേ ശരണം, അയ്യപ്പൻ ശരണം. അവിടെ നമ്മൾ ശരണാഗതി അടയണം. ഈശ്വരനാണ് ആ ശരണാഗതി. ആ ശരണാഗതി അടയും. ഇതൊന്നും എൻ്റേതല്ല. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം, കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും ഘ്രാണിക്കുന്നതും ഒന്നും എൻ്റെ അല്ല. ഐ എം യൂസിങ് മൈ ഈ പഞ്ചഭൂതങ്ങൾ അതിലൂടെ സ്വാംശീകരിക്കുന്നു. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, രുചിക്കുന്നു. ദിവ്യമായ ശക്തികൾ ഉണരട്ടെ. ദിവ്യമായ കേൾവി ശക്തി, ദിവ്യമായ സ്പർശന ശക്തി, ദിവ്യമായ ദർശന ശക്തി, ദിവ്യമായ രസനശക്തി, ദിവ്യമായ ഘ്രാണശക്തി. അപ്പോൾ ദിവ്യമായത് ഈ 41 ദിവസം ഐ ലിസൺ ടു വാട്ട് ഈസ് ഡിവൈൻ, ഓസ്പീഷ്യസ്, റൈച്ചസ്. ദിവ്യമായത്, മംഗളകരമായത്, ശിവമായത്, ശിവകരമായത്. അപ്പോൾ നമ്മൾ ആ ഹരിഹരസുതനെ കാണും. നമ്മൾ ധർമ്മശാസ്താവിനെ, ധർമ്മം പരിപാലിക്കാനായിട്ട് ഈ ലോകത്തിൻ്റെ ധർമ്മം, ഈ കലികാലത്തിൽ കലിയുഗവരതൻ, നമ്മൾ ധർമ്മപരിപാലത്തിനായിട്ട് ഓരോ അയ്യപ്പൻ്റെയും ദൗത്യമാണ്. മല കയറുമ്പോൾ അയ്യപ്പൻ, തിരിച്ചു വരുമ്പോൾ ശാസ്താവായിട്ട്. അതായത് ഏതിനെ നമ്മൾ ആരാധിക്കുന്നുവോ നമ്മളതായിത്തീർന്നു. ഏത് ദേവിയെ ഏത് ദേവനെ നമ്മൾ ആരാധിച്ച് ആ ഉപാസന ചെയ്യുന്നുവോ, ആ നിഷ്ഠയോടെ ഉപാസന ചെയ്യുമ്പോൾ അവസാനം ഉപാസകനും ദേവിയും അല്ലെങ്കിൽ ദേവനും ഒന്നായിത്തീരുന്നൊരവസ്ഥ. ആ ഒന്നായിത്തീരുന്ന അവസ്ഥയിൽ അപ്പോൾ ഇവിടെ അയ്യപ്പൻ ആരായി മാറണം? പോകുന്ന അയ്യപ്പന്മാരൊക്കെ ധർമ്മശാസ്താവിലേക്ക് ലയിക്കുന്നു. അപ്പം അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചതാണ്. ഇരുമുടിക്കെട്ടുമായിട്ട് അവിടെ പോകുമ്പോൾ അയ്യപ്പൻ ശാസ്താവിലേക്ക് ലയിക്കണം. അങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ ലയിച്ച അയ്യപ്പനാണ് തിരിച്ചു വരുന്നത്. ആ അയ്യപ്പൻ്റെ ദൗത്യം എന്താ? ധർമ്മസംസ്ഥാപനം. കാരണം അയ്യപ്പൻ ശാസ്താവ് ധർമ്മപരിപാലകനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം എത്ര ഉദാത്തമായി മാറും. ഈ ഒരു അറിവിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ആചാര്യന്മാർ നമ്മൾക്ക് തന്നതാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ അവർ നമ്മൾക്ക് ഈ ഒരു അറിവാണ് നമ്മളിലൂടെ. അപ്പോൾ 41 ദിവസം വ്രതമെടുത്ത് പോകുമ്പോൾ എന്തുകൊണ്ട് 41? നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം അത് നമ്മളുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റമായി മാറും.
നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ചിന്ത എന്താണോ അത് നമ്മളുടെ പെരുമാറ്റമായി. ആ പെരുമാറ്റം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ, നമ്മളത് ആവർത്തിക്കപ്പെട്ടാൽ അത് നമ്മുടെ ശീലമാവും. സാധാരണ പറയണത് 21 ദിവസം കൊണ്ട് നമ്മളുടെ പെരുമാറ്റം, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ വന്നാൽ, എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെ ശീലമായി. ആ ശീലം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ, അത് നമ്മൾ വീണ്ടും ആ ശീലം ആവർത്തിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമായി. ആ ക്യാരക്ടർ നമ്മൾ ആവർത്തിച്ചാൽ അത് നമ്മുടെ ഡെസ്റ്റിനിയായി. ഇപ്പോൾ 21 ദിവസം എന്നുള്ളത് 41 ദിവസം ആകുമ്പോഴേക്കും അല്ല, ഇവിടെ ശീലം മാറ്റുക. അതുവരെ ഉള്ളൊരു ശീലമുണ്ട്. പത്രം വായിക്കുന്നു, വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു, ഒരു ബ്രഹ്മചാര്യത്വം ഉണ്ടാവാതിരിക്കാം, മാല ധരിക്കുന്നു, അപ്പോൾ ഞാൻ സ്വാമിയാണെന്നുള്ളൊരു ചിന്ത 21 മുതൽ 41 ദിവസം വരെ. ഇത് നമ്മളുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിൽ ന്യൂറൽ ട്രാക്സ് മാറ്റും. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ആക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയും, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അപ്പം ആക്റ്റീവ് അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ്, അവിടെ ഒരു മാറ്റം വരുത്താൻ നമ്മുടെ ശീലങ്ങളിൽ. അതുകൊണ്ടാണ് പല പ്രോഗ്രാംസ് 21 ദിവസമൊക്കെ. ഇപ്പോൾ ഈ മാറ്റം വരുന്നത് എവിടെയാണ്? നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ന്യൂറൽ ട്രാക്സിൽ. അത് നമ്മളുടെ ഓരോ സെൽസിലേക്ക്. ആഹാരത്തിലൊരു മാറ്റം വരുത്തുമ്പോൾ വെറുതെ നമ്മളൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, ഒരു കുറേ കൂടി സാത്വികമായൊരു ആഹാരം. ആൻഡ് ഒരു അല്ലെങ്കിൽ പട്ടുമത്തയിൽ കിടക്കുന്ന ആളും ചിലപ്പോൾ തറയിൽ കിടക്കും, ആ അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അയ്യപ്പൻ. കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പൻ. അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ ഇത് എത്ര ദിവസമാണ്? 21 ദിവസം കഴിഞ്ഞ് 41 ദിവസത്തിലേക്ക് അത് കടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് വ്രതം എടുക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ക്യാരക്ടറിൽ, അവരുടെ ശീലങ്ങളിൽ, അവരുടെ ക്യാരക്ടറിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ പേഴ്സണാലിറ്റിയിൽ, അവരുടെ വ്യക്തിത്വത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മൾ അറിയണത് ഈ ചക്രാശുദ്ധി വരുന്നു. നമ്മൾ ഓരോ ചക്രാസ്, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ. അപ്പോൾ വിഷ്ണുവും ശിവനും കൂടിയുള്ള ലയനം. ഇപ്പോൾ മൂലാധാരയ്ക്ക് 2 ശക്തികളുണ്ട്. ഒന്ന് ദൈവീകമായ ശക്തികൾ ഉണരും, ദൈവീകമല്ലാത്ത ശക്തി ഉണരും. അപ്പോൾ ദൈവീകമല്ലാത്ത ശക്തിയെയാണ് നമ്മൾ 18 പടി കയറുമ്പോൾ ഈ ദൈവീകമായ, അതായത് ദൈവീകമല്ലാത്തത് അസുരൻ. അപ്പോൾ എവിടെയാണ് നമ്മളുടെ മഥനം നടക്കുന്നത്? നട്ടെല്ലിൽ. അവിടെ മഥനം നടക്കും. അപ്പോൾ മൂലാധാരയിൽ നിന്ന് സ്വാധിഷ്ഠാനം. അപ്പോൾ സ്വാധിഷ്ഠാനം ഈസ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് സെക്ഷ്വാലിറ്റി. നോൺ പോസിറ്റീവായിട്ടുള്ള, നോൺ ഡിവൈനായിട്ടുള്ള സെക്ഷ്വാലിറ്റി. അപ്പോൾ ലൈംഗിക വാഞ്ച, അതായത് പോസിറ്റീവായിട്ടുള്ളത് അല്ല. പോസിറ്റീവായിട്ടെന്ന് വെച്ചാൽ ദിവ്യമായിട്ടൊരു കുടുംബത്തിൽ വരുന്ന ഒരു ഇത്, അതാണ്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ മണിപ്പൂര ചക്ര. അത് നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ ഡിറ്റർമിനേഷൻ, നമ്മുടെ വിഷൻ ക്ലിയർ ആക്കും. എന്താണ് ചെയ്യുന്നത്, നമ്മുടെ തോട്ട്സിന് ഒരു ക്ലാരിറ്റി വരും. ഇതല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്. ഇതൊക്കെ 3 കഴിയുമ്പോൾ ആ വിഷ്ണു തത്വവും കഴിഞ്ഞ് ഹരി, പിന്നെ നമ്മൾ ഹരനിലേക്ക്, അനാഹത ചക്ര. ആൻഡ് നമ്മൾക്ക് അൺകണ്ടീഷണൽ ലവ്, നന്ദി ഭാവം, ഫൊർഗീവ്നെസ്, ക്ഷമിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇവിടെ മഥനം നടക്കുവാണ്. 41 ദിവസം ഈ മഥനം നടക്കണം. അങ്ങനെ എത്ര നാൾ മഥനം നടന്നാലാണോ നമ്മൾ ആ പടി കയറാൻ പറ്റുന്നത്, അവിടെ സാക്ഷാത്കാരം വരുന്നവരെ നമ്മൾ പോകണം. അത് കഴിഞ്ഞാൽ പോകണ്ട. അവിടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ ആകാശതത്വം, ധർമ്മത്തിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം. ആകാശതത്വം, ധർമ്മം, സത്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 41 ദിവസം കൊണ്ട് നമ്മളുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും ഘ്രാണിക്കുന്നതും ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ കോശങ്ങളിലും മാറ്റം വരുന്നു. പഞ്ചഭൂതങ്ങളിൽ, നമ്മുടെ ചക്രാസിൽ, എനർജി സെൻറ്റേഴ്സ്, എനർജി വോട്ടെക്സ് അല്ലെങ്കിൽ എനർജി വോട്ടിസസ് എന്ന് പറയുന്ന നമ്മളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാറ്റം വരുന്നു. അവിടെ ദിവ്യശക്തികൾ, ഇപ്പോൾ ദിവ്യമല്ലാത്ത ശക്തികൾ. അപ്പോൾ ഈ 18 പടി നമ്മൾ കയറുമ്പോൾ നമ്മൾ ഓരോ ഗുണങ്ങളും, നോൺ പോസിറ്റീവായ, പോസിറ്റീവ് അല്ലാത്ത, ദൈവികമല്ലാത്ത ഓരോ ഗുണങ്ങൾ നമ്മൾ അതിനെ ഉന്മൂലനം ചെയ്ത് നമ്മൾ അവിടെ വളരെ സാത്വികമായിട്ട് ഒരു
ഭഗവത് തത്വത്തിലേക്ക് നമ്മൾ അടുക്കുവാണ്. അവിടെ ശിവനും അത് കഴിഞ്ഞ് ആജ്ഞാചക്രത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾക്ക് ആ ക്ലിയർ വിഷൻ, ഇൻറ്റ്യൂട്ടീവ്നെസ്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അപ്പോൾ നമ്മൾ എന്താണ്, വാട്ട് ആം ഐ, ഹു ആം ഐ, വാട്ട് ആം ഐ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലത്തിലേക്ക്, അവിടെയാണ് 18 വഴി കയറി അവിടെ ചെല്ലുമ്പോൾ തത്വമസി ഉദ്ദാലകൻ അരുണി മകന് പറഞ്ഞു കൊടുത്തത് ശ്വേതകേതുവിനു, നീ അതാകുന്നു കുഞ്ഞെ. ഛാന്തോക്യോപനിഷത്ത്, ആ ഛാന്തോക്യോപനിഷത്തിലെ മഹാവാക്യമാണ് നമ്മൾ അവിടെ സ്വീകരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ 18 പടിയും. അപ്പോൾ ഈ ഒരു 18 പടി വെറുതെ ഒരു ലിറ്ററലി ആ 18 പടി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തത്വമസി എന്ന് പറയുന്നത് തിരിച്ചിറങ്ങുമ്പോൾ ബൃഹദാരണ്യോപനിഷത്തിലെ മഹാവാക്യമായ അഹം ബ്രഹ്മാസ്മി. അവിടെ നമ്മൾ ലേനാണ്. നമ്മൾ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് നമ്മളവിടെ അഭിഷേകം ചെയ്യണം. നെയ്യ് നമ്മൾക്കറിയാം, പാലിൽ നിന്ന് നമ്മൾ ഉറയൊഴിച്ച് തൈരായി, തൈര് കടഞ്ഞ് വെണ്ണയായി, ആ വെണ്ണ ഉരുക്കുമ്പോൾ കിട്ടുന്ന ക്ലാരിഫൈഡ് ബട്ടർ എന്ന് പറഞ്ഞ ഘീ എന്ന് പറയുന്ന നെയ്യ്, ആ നെയ്യ് വീണ്ടും പ്യൂരിഫൈ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് അത് ഉരുകി വരുമ്പോൾ, നന്നായി ഉരുകി വരുമ്പോൾ കുറച്ച് പാലൊഴിക്കും. ആ പാലൊഴിക്കുമ്പോൾ അവിടെ ഒരു വേർതിരിവ്, അതിലെന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യങ്ങളോ കീടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും വേർതിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എടുക്കാവുന്ന നെയ്യ് വളരെ പ്യോറാണ്, വളരെ ശുദ്ധമായ നെയ്യ്. ഈ ശുദ്ധമായ നെയ്യാണ് നമ്മൾ തേങ്ങയിൽ നിറയ്ക്കുന്നത്. ആ നെയ്യ് നമ്മൾ അവിടെ അഭിഷേകം ചെയ്യുമ്പോൾ അവിടെ അയ്യപ്പൻ ശാസ്താവുമായിട്ട് ലയിക്കുന്നു. പിന്നെ അത് നമ്മൾ അഗ്നിയിലേക്ക് ആ തേങ്ങ ഇടുന്നു. സോ വൈ തേങ്ങ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് നമ്മളുടെ പഞ്ചകോശങ്ങളാണ്. ആത്മാവിൻ്റെ ആ പഞ്ചകോശങ്ങൾ, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് കാമ്പും അതിലെ മധുരമായ തേങ്ങയുടെ വെള്ളവും. ആ വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് നിറയ്ക്കുന്നത്. അത് നമ്മളുടെ തന്നെ ആ സ്വരൂപജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം അവിടെ നമ്മൾ അയ്യപ്പൻ, ഈ കാണുന്ന അയ്യപ്പന്മാരെല്ലാം കോടാനുകോടി അയ്യപ്പന്മാർ വരുന്നുണ്ട് ഓരോ വർഷവും. എല്ലാവരും ശാസ്താവിൽ ലയിച്ചിട്ട് ശാസ്താവായിട്ട് തിരിച്ചിറങ്ങുന്നു. ഉപാസനാമൂർത്തിയും ഉപാസകനും ഒന്നായിട്ട്. അപ്പം അവിടെ നമ്മൾ അത്രയും പ്യോറാണ്, അത്രയും ശുദ്ധമാണ്. പിന്നെ ഇതൊരു വണ്ണസിൻ്റെ സ്ഥലമാണ്, ഏകത്വത്തിൻ്റെ. കാരണം എല്ലാവരും മാലയിട്ടിരിക്കണു, എല്ലാവർക്കും ഇരുമുടി കെട്ട്. അവിടെ ഒരു സമത്വഭാവന, മുണ്ടാണെങ്കിൽ അല്ലെ കറുത്ത സാരി അല്ലെങ്കിൽ നീല സാരി, എല്ലാവരും നോക്കിയാലും ഏകദേശം ഒരുപോലെ ഇരിക്കും. ദാറ്റ് ഈസ് വൺനെസ് അല്ലേ. വൈവിധ്യങ്ങളുണ്ട്, പല നാട്ടിൽ നിന്ന് വരുന്നത്, പല ഭാഷ സംസാരിക്കുന്നവർ. ആ പ്രകൃതി വൈവിധ്യമാണ്, പല ശക്തികളുള്ളവർ. പക്ഷെ എല്ലാവരും ഒരേ വിളി, ശരണം അയ്യപ്പ, സ്വാമിയെ ശരണം, സ്വാമി 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 സ്വാമി. ഈ സ്വാമി എവിടെ ഇരിക്കണേ? അവിടെ മാത്രമാണോ ഇല്ല, സ്വാമി. ഐ എം സ്വാമി, യു ആർ സ്വാമി, എവരിബഡി ഈസ് സ്വാമി. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാമി. ആ സ്വാമിയാണ് ഞാൻ. ആ അഹം ബ്രഹ്മാസ്മി തിരിച്ച് വരുമ്പോൾ ശാസ്താവായിട്ട്, ധർമ്മ സംസ്ഥാപനത്തിനായിട്ട്, നമ്മളെ ധർമ്മപരിപാലനം, സനാതന ധർമ്മത്തിനായി ഞാൻ നിലകൊള്ളാമെന്നുള്ളൊരു പ്രതിജ്ഞയോടുകൂടി വേണം. താഴെ വന്ന് നമ്മൾ മാലയൂരി മുണ്ട് മാറി പിന്നെയും വീണ്ടും പഴയ പോലെ ആവാനുള്ളതല്ല. ഓരോ തവണ പോകുമ്പോഴും നമ്മൾ ആ പ്രതിജ്ഞ എടുക്കണം. നമ്മളോട് പറയുന്നു തത്വമസി. അതാണ് ശ്വേതകേതുവിനോട് ഉദ്ദാലകൻ പറഞ്ഞത്, നീ അതാകുന്നു കുഞ്ഞെ, നീ അതാകുന്നു, നീ ഏതാകുന്നു, ദൗ ആർ ദാറ്റ്, നീ അതാകുന്നു. അത് കഴിഞ്ഞ് ഞാനതാകുന്നു, നീയും ഞാനും ഈ സർവപ്രപഞ്ചവും ആ ഒന്നാകുന്നു. ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, വിവിധ അല്ലേ. ശരണവിളിയിലും പല രീതിയിൽ പാരിവരാസനം പാടുമ്പോഴും ഓരോരുത്തരും അവരവരുടേതായ ശബ്ദത്തിലാണ് പാടുന്നത്. പക്ഷെ എല്ലാത്തിലും ഒരു ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം. ആ ഏകത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അല്ലേ. ഈ ഒരു 41 ദിവസം നമ്മളെ ദീക്ഷയിലൂടെ
ഈ അയ്യപ്പൻ എന്താണ്, ശാസ്താവ് എന്താണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്, അവിടെ പോകാനുള്ളതിൻ്റെ പ്രാധാന്യം എന്താണ്, വളരെ ബൃഹത്തായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളത് പാലിക്കുക. ഈ ഒരു അർത്ഥതലങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന കാര്യങ്ങളാണ് പറയണേ, ഒരു ലൈവ് ടെലികാസ്റ്റ് പോലെയാണ് ഈ സമയത്ത്. കാരണം ഒത്തിരി നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് വളരെയധികം ഗഹനമായിട്ട്, സ്വാമിജിമാർ ഇത് എത്രത്തോളം നമ്മളിത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും, എല്ലാ ഗൃഹസ്ഥന്മാരും, എല്ലാ വാനപ്രസ്ഥികളും, എല്ലാ സന്യാസിമാരും, എല്ലാ ബ്രഹ്മചാരികളും അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അടുത്ത വർഷം, ഇന്നിപ്പോൾ നമ്മൾ 41 ദിവസമായി, അത് അടുത്ത വർഷം നമ്മൾ ഈ ഒരു അറിവിൽ ആൻഡ് വെൻ വി സ്പ്രെഡ് ഇറ്റ്, ഇത് ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുക, നമ്മളത് മറ്റുള്ളവരോട് പറയുക. ആ ഒരു അർത്ഥതലങ്ങൾ എന്താണ്, ഞാൻ ശബരിമലയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. അധ്യയനം ചെയ്യണം, അധ്യാപനം ചെയ്യണം, സ്വാധ്യായം ചെയ്യണം, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ പഞ്ചഭൂതാത്മകമായ ശരീരം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതല്ലെങ്കിൽ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ സമർപ്പിച്ച് ത്രിഗുണാത്മികമായ ഇതിൽ നിന്ന് ഗുണാതീത അവസ്ഥയിലേക്ക്, വർണ്ണാതീത അവസ്ഥയിലേക്ക്, വർണ്ണാതീതമായിട്ട് മാറി വിദ്യയും അവിദ്യയും എന്താണെന്ന് മനസ്സിലാക്കി, പരാപ്രകൃതിയും അപരാപ്രകൃതിയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അഹം ബ്രഹ്മാസ്മി, തത്വമസി ആൻഡ് ധർമ്മ സംസ്ഥാപകരായി തിരിച്ചു വരണം. അത് നമ്മൾ ഓരോരുത്തരും, ഓരോ അയ്യപ്പനും, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അയ്യപ്പനായിരുന്നു, തിരിച്ചു വരുമ്പോൾ ശാസ്താവാണ്. ധർമ്മം പരിപാലിക്കണം, കുടുംബത്തിലെ ധർമ്മം, അച്ഛനെന്ന ധർമ്മം, അമ്മയെന്ന ധർമ്മം, മകളെന്ന ധർമ്മം, ഭാര്യ എന്ന ധർമ്മം, ഭർത്താവെന്ന ധർമ്മം, കൂട്ടുകാരനെന്ന ധർമ്മം, ഭരണാധികാരി എന്ന ധർമ്മം. അപ്പം നമ്മൾ റൈറ്റിൽ നിന്ന് റൈച്ചസ്നെസ്സിലേക്ക്, നമ്മുടെ ഇതെൻ്റെ അവകാശമാണ്. ആ അവകാശത്തിൽ നിന്ന്, അവകാശവാദങ്ങളിൽ നിന്ന് ധാർമ്മിക ബോധത്തിലേക്ക്, കർത്തവ്യബോധത്തിൽ, യജ്ഞദാന തപസ് കർത്തവ്യബോധത്തോടെ 18-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ നമ്മളോട് പറയുന്നുണ്ട്. യജ്ഞദാന തപസ് നിത്യകർമ്മമാണ്. അപ്പം നിത്യകർമ്മവും നൈമിത്യകർമ്മവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിത്യകർമ്മം, യജ്ഞദാന തപസ്, അത് കർത്തവ്യബോധത്തോടെ, ആ കർത്തവ്യബോധത്തോടെ ധാർമ്മികമായിട്ട് നമ്മളിത് അനുഷ്ഠിക്കാൻ, അതിനാണ് നമ്മൾക്ക് അയ്യപ്പനായിട്ടും ധർമ്മശാസ്താവായിട്ടും അല്ലേ, അതാണ് ശബരിമല ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പറഞ്ഞു, തുടക്കത്തിൽ അയ്യപ്പങ്ക അമ്പലത്തിൽ നിന്ന് തൊഴുത് പരീക്ഷയ്ക്ക് പാസ്സാവണേ, ഇന്ന് പരീക്ഷയുണ്ട്, ഇന്ന് മലയാളമാണ് അല്ലെങ്കിൽ ഇന്ന് ഇംഗ്ലീഷാണ്, അതിന് നല്ല മാർക്ക് കിട്ടണേ, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഭഗവാൻ രക്കോളും എന്നുള്ളൊരു ധാരണയിൽ നിന്ന് പ്രാർത്ഥിച്ച് അയ്യപ്പ എന്ന് ചരണം വിളിച്ച് ബസ് കയറി പോകുമ്പോൾ വീണ്ടും ഒന്ന് നോക്കി അവിടെ നിന്ന് ഈ ഇത്രയും 61 ഈ ജന്മത്തിൽ നമ്മൾ പറയാം, നമ്മൾ കൊണ്ടുവന്ന പൂർവ്വജന്മ സംസ്കാരം, നമ്മളുടെ വാസനകളനുസരിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ കഴിഞ്ഞത് സർവേശ്വരൻ, നമ്മളുടെ ഗുരുജനങ്ങൾ, നമ്മളുടെ ഋഷീശ്വരന്മാർ. ആ ധർമ്മത്തിനായിട്ട് നമ്മൾ നിൽക്കണം. അത് മാല ഉണ്ടെങ്കിലും മാല ഊരിക്കഴിയുമ്പോഴും, മാല ഇടുമ്പോൾ നമ്മൾക്ക് ആ ബോധം വേണം, ഐ മസ്റ്റ് ക്ലിയർ മൈ സെൽഫ്. ഇന്നലെ വരെ ഞാൻ എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ ഓരോ തവണയും ആ പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഓരോ തവണയും ദ വിൽ ബി ചേഞ്ച്. എന്നിൽ വലിയ മാറ്റം ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്നിൽ ഏതെങ്കിലുമൊക്കെ നല്ലതല്ലാത്ത, ദിവ്യമല്ലാത്ത ഗുണങ്ങളെ ഞാൻ ഡിസ്കാർഡ് ചെയ്യും, ശീലങ്ങളെ മാറ്റും, സ്വാഭാവികമായിട്ടും മാറും. കാരണം ബ്രെയിൻ അങ്ങനെയാണ്. ബ്രെയിനിന് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ അന്നന്ന് നമ്മൾക്ക് നമ്മളുടെ മെമ്മറീസ് മാറ്റാം. അങ്ങനെ 41 ദിവസം നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നു, നമ്മുടെ ഫോക്കസ് എവിടെയാണ്, യദ്ഭാവം തദ്ഭവതി, നമ്മുടെ അറ്റൻഷൻ എവിടെ പോകുന്നു, നമ്മുടെ ശ്രദ്ധ എവിടെ പോകുന്നു. അപ്പോൾ ഈ 41 ദിവസം നമ്മൾ ശാസ്താവിലേക്ക് ശ്രദ്ധ, ധർമ്മപരിപാലനത്തിലേക്ക് ശ്രദ്ധ വരുമ്പോൾ ഇവിടെ മാറ്റം വരണം. സാധാരണഗതിയിൽ പിന്നെ വേറൊരു ഏരിയ ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞിട്ട്, അത് ഏകദേശം 270 ദിവസങ്ങളെടുക്കും. നമ്മളുടെ ശീലങ്ങളിൽ പൂർണ്ണമായൊരു മാറ്റം, 1 വർഷം മതി. അതിൽ 41 ദിവസം നമ്മൾ വ്രതമെടുത്ത് നമ്മളിത് പോകുമ്പോൾ, അപ്പോൾ മാറ്റം വരേണ്ടത് എവിടെയാണ്? സ്വഭാവത്തിലാണ്, കുടുംബ ബന്ധങ്ങളിലാണ്, നമ്മളുടെ രാഷ്ട്രത്തിൽ മാറ്റം വരണം.
ഓരോ വ്യക്തിയിലും ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രം, ഒരു വ്യക്തിയാണ് ഒരു സമൂഹം. അപ്പോൾ ശബരിമല ശാസ്താവിനെ ഞാൻ അയ്യപ്പ 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 എന്ന് വിളിക്കുമ്പോൾ അല്ലേ, ആദ്യം എരുമുടി കെട്ട്. എനിക്ക് ആദ്യകാലങ്ങളിൽ ആ ഒരു വലിയൊരു ഇതായിരുന്നു, പുലിപ്പുറത്ത് വരുന്നു. അങ്ങനെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കും. പുലിപ്പുറത്ത് വന്ന് പുലിപ്പാല് ചോദിച്ചപ്പോൾ പുലിയെ തന്നെ കൊണ്ടുവരുന്നു. എന്തൊരു ഹീറോയിസാന്ന് വിചാരിച്ച്, എന്തൊരു ധൈര്യം അല്ലേ. അതെന്നൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ആ ഒരു തലത്തിനെ മാറി. പക്ഷെ അതൊക്കെ നമ്മൾക്ക് വേണം. ആ അറിവ്, ആ കഥയാണോ ഐതിഹ്യമാണോ ശാസ്ത്രമാണോ ചരിത്രമാണോ, അതെല്ലാം നമ്മളുടെ അറിവിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പാടുന്ന പാട്ടുകൾ, അത് നമ്മളിലെ കുണ്ടലിനി ശക്തി ഉണർത്ത് അയ്യപ്പൻ പാട്ട്, ആ പുള്ളുവൻ പാട്ടൊക്കെ പാടുമ്പോൾ there will be a raise of the കുണ്ടലിനി ശക്തി. ആ കുണ്ടലിനി ശക്തിയിൽ ആ വാദ്യഘോഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, ചിന്തയിൽ, ഇത് തീർച്ചയായിട്ടും ഒരു ധർമ്മത്തിൻ്റെ പാതയിൽ ഓരോരുത്തരും അവരവരുടെ ധർമ്മം. അപ്പോൾ അടുത്ത തവണ നമ്മളൊരു അയ്യപ്പനെ കാണുമ്പോൾ ഈ അയ്യപ്പൻ ധർമ്മശാസ്താവായിട്ട് തിരിച്ചു വരട്ടെ, ധർമ്മപരിപാലകനായിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പോണ ആൾ ധർമ്മത്തിനായിക്കൊണ്ട് തത്വമസി എന്ന, എന്താണ് തത്വമസി? അഹം ബ്രഹ്മാസ്മി, അയം ആത്മബ്രഹ്മ, സർവം ഖൽവിദം ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. ഇതൊക്കെ നമുക്ക് വലിയ വലിയ മഹാവാക്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് സംയമ ചെയ്യാം. നമുക്ക് ധാരണ, ധ്യാനം, സമാധി, സംയമ, ഇതൊക്കെ എവിടെയാണ്? നമ്മൾക്ക് നമ്മുടെ നട്ടെല്ലിലാണെന്നുള്ളൊരു ബോധം. ഈ ശക്തികളൊക്കെ ഉണരേണ്ടത് ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ നമ്മളിലാണ്. അത് നമ്മൾ മനസ്സിലാക്കി, ധർമ്മശാസ്താവും നമ്മളാണ് ധർമ്മം പരിപാലിക്കേണ്ടത്. അതാരോ ചെയ്യേണ്ടതല്ല, ഏതോ ഒരു ഭരണാധികാരി മാത്രം ചെയ്യേണ്ടതല്ല. നമ്മൾക്ക് വഴികാട്ടി തന്നു നമ്മളുടെ ആചാര്യന്മാർ. വ്യക്തമായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഋഷീശ്വരന്മാർ നമ്മളെ ക്ലിയറായിട്ട് നമ്മളെന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്താണ്, അതുപോലെ എത്രയാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ വക്താവായി മാറണമെന്നാണ് ഒരു അഭ്യർത്ഥന. കാരണം നമുക്ക് വി ക്യാൻ ഡു സോ മച്ച്. നമ്മളുടെ ഈ നാട് നമ്മുടെയാണ്, ഈ നാട് നമ്മുടെ നാടാണ്, ഈ രാഷ്ട്രം നമ്മുടെയാണ്, ഈ ഭൂമി നമ്മുടെയാണ്. നമ്മൾ വസുദേവ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവിടെ നമ്മൾക്ക് ശൈവമാണോ ശക്തയാണോ വൈഷ്ണവാണോ എന്നൊക്കെ അല്ലേ നമ്മളെ കാണിച്ചു തരുന്നു. വിഷ്ണുവും ശിവനും ഒന്നാവുന്നു, ശക്തി ലയിക്കുന്നു. എല്ലാത്തിലും ആ വണ്ണസ്, ഇത് മൂന്നും കൂടി ചേർന്ന് വന്ന് നമ്മളെ, ഇപ്പോൾ മാളികപ്പുറത്തമ്മയാണോ അവരാണോ, ഇതൊക്കെ അല്ല. ഡെഫിനറ്റ്ലി എവ്രിതിങ് ഇസ് റെലവൻറ്റ്. എല്ലാ ജാതി മതസ്ഥരും. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ. വളരെയധികം നന്ദിയുണ്ട്. പ്രേംജി, യതീഷ, എല്ലാവരും, യതീഷയുടെ ഇതിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാവരും, ഈ ഇത് ഷൂട്ട് ചെയ്യുന്ന നന്ദ, പിന്നെ ഇതിൽ ആശയങ്ങൾ പങ്കുവച്ച എല്ലാവരും, രാമാനന്ദ്ജി, അവിനാശ് ജി, ഒത്തിരി നന്ദിയുണ്ട്. നമ്മളിങ്ങനെ കേരളം പ്രബുദ്ധ കേരളം ആവട്ടെ. നമ്മൾ അറിവിനിൽ ഉയർന്ന്, അറിവാണ് ഈശ്വരൻ എന്ന് ശ്രീനാരായണ ഗുരു മാമും എൻ്റെ ഗുരുവിനെ, ഒരു പരമ്പരയെ നമിക്കുന്നു. ആ ഗുരു തത്വത്തിലേക്ക്, അയ്യപ്പ തത്വത്തിലേക്ക്, ശാസ്താവിൻ്റെ തത്വത്തിലേക്ക് അടുത്ത തവണ നമ്മൾ പോകുമ്പോഴേക്കും നമുക്കറിയണം, ഇങ്ങനെ സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 41 ദിവസം. അത് വെറുതെ അല്ല, ഇതിങ്ങനെ ആളുകൾക്ക് ഒത്തിരി പേരുടെ സങ്കല്പം അതിലുണ്ട്. ഒത്തിരി പേരുടെ നമ്മുടെ നാടിൻ്റെ നന്മ കണ്ടുകൊണ്ട് അതിലൊരു പങ്കാവാൻ മാമിനും കഴിഞ്ഞു, എനിക്കും ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ദിവ്യ മനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ് അത്. നമ്മളെല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കണം, വി ആർ ടുഗെദർ, നമ്മളൊന്നാണ്. ആ ഒന്നായി നിന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറകൾക്ക്, ഏറ്റവും ചെറിയ കുട്ടിയോട് ചോദിക്കണം, എന്തിനാ മോനെ ഇങ്ങനെ? ആ കുട്ടി ചോദിക്കും അല്ലേ. മാമിനൊക്കെ എനിക്ക് തോന്നുന്നൊരു 45-50 വയസ്സാകുന്ന സമയത്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയേനെ. അപ്പോൾ അത് കുട്ടികൾക്ക്, അവർക്ക് അതിൻ്റെ ക്ലാരിറ്റി, അറിവ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ നമ്മളത് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും.
ഇവിടെ അത് മുഴുവനും ഉണ്ട്. അറിവാകുന്ന ഈശ്വരൻ നമ്മളെ. അപ്പോൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമുക്ക് ധ്യാനിക്കാനാവട്ടെ. ധർമ്മപരിപാലനം ഇവിടെ നടത്തപ്പെടട്ടെ. ഓരോ ഹൃദയത്തിലും ഓരോ കുടുംബത്തിലും അത് ദിസ് വിൽ ബി എ ധർമ്മ കുടുംബം. ധർമ്മം പരിപാലിക്കുന്ന ഒരു വീടായിട്ട് നമ്മുടേത് മാറ്റിയെടുക്കാൻ, ഈ നാട് അങ്ങനെയായി മാറാൻ, ഭാരതം അറിവിൽ രമിക്കുന്നവരുടെ, വെളിച്ചത്തിൽ നടക്കുന്നവരുടെ, അമൃതത്വത്തിൽ ജീവിക്കുന്നവരുടെ, സത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതഗമ ചാക്ഷുഷ്യോപനിഷത്തിലാണ്. ഈ ഉപനിഷത്ത് വായിക്കുന്നവർക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ വെളിച്ചമായിരിക്കും. അപ്പോൾ ഗുരുവിനെ നമസ്കരിച്ച്, ഗുരു പരമ്പരയെ നമസ്കരിച്ച് സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ ഏറ്റവും നന്ദിയോടെ സമർപ്പണത്തോടെ ഈ ഒരു കാര്യം മാമിലൂടെ അല്ലെങ്കിൽ എന്നിലൂടെ അത് ഷെയർ ചെയ്യപ്പെട്ടതിന് സർവേശ്വരന്, പ്രകൃതി ദേവിക്ക്, മാളികപ്പുറത്തെ അമ്മയ്ക്ക്, അയ്യപ്പന്, ശാസ്താവിന് ഒക്കെ നന്ദി.